ഫ്ലാറ്റിൽ കിടക്കുക വണ്ടി പൊളിക്കാനായിട്ട്. വണ്ടി പൊളിച്ച് തുടങ്ങി എന്താ വെച്ചാല് ഈ സാധനം കൊണ്ട് നേരെ അവിടെ തട്ടുക. ഈ പറഞ്ഞ കയ്യും കണക്കും ഇല്ലാത്ത രീതിയിലുള്ള സ്ക്രാപ്പ് മാർക്കറ്റാ കോയമ്പത്തൂരൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഈ സാധനം പൊളിച്ച് കഴിഞ്ഞാൽ ആരും എന്താ പറയാനാ വിത്യത്തിന്റെ റെന്റേ കാർ തന്നെയാണ് കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് പായസം കുടിക്കാൻ പോയപ്പോ കണ്ടു, അവിടെ വെച്ചിട്ടുള്ള പരിചയം കൊണ്ട് കൊടുത്തു എന്നാ പറയുന്നത്. പക്ഷെ 1000 രൂപ അദ്ദേഹത്തിന് ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം എവിഡൻസ് ആണ്, മനസ്സിലായോ? ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ മയക്കുമരുന്ന് കടത്ത്, സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം. കാരണം ഇവർക്കൊന്നും റിസ്ക് ഇല്ല. ഈവൻ ഇതില് സ്വർണ്ണക്കടത്തിനോ മയക്കുമരുന്ന് കടത്തിനോ പിടിച്ചാൽ പോലും ഇതിന്റെ ഓണറേ തൂങ്ങത്തുള്ളൂ. നമസ്കാരം, ഓട്ടോമേറ്റ് 07 ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് 3-4 ദിവസം മുന്നേ ഒരു കളർ കോഡ്, ആലപ്പുഴ കളർ കോഡിൽ വെച്ചിട്ട് ഒരു വണ്ടി ആക്സിഡന്റ് ആവുകയും സിനിമയ്ക്ക് പോകുന്ന 11ഓളം വിദ്യാർത്ഥികൾ, അതായത് മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 6 പേരോളം മരണമടയുകയും ചെയ്തു. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. നമ്മളെല്ലാവരും തന്നെ നടുങ്ങിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പൊ അതിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പല കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വണ്ടി റെന്റിനെടുത്തതും ഒക്കെ ആയിട്ട്, റെന്റിനെടുത്തതാണോ എന്നൊക്കെ അതിന്റെ ഉടമ പല രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിശ്വസനീയവും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്, അല്ലെ? അപ്പോ ഈ നമ്മളുടെ നാട്ടില് ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഈ റെന്റേ കാറിനെ കുറിച്ചുള്ള കുറെ സംശയങ്ങള്. ഇതിപ്പോ ഞങ്ങൾ ഒരുപാട് മുന്നേ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ഇട്ടതായിരുന്നു. പിന്നെ അതങ്ങ് വിട്ടുപോയതാണ്. ഇപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഒരു സമയം വന്നത്. അപ്പോ അവിടെ അതിനു മുന്നേ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു എന്താ പറയാ പ്രണാമം. അപ്പോ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു റെന്റേ കാർ ഒരു പരിപാടി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവും. അപ്പൊ അതിലൊരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളിൽ ഒരാളായിട്ടാണ് മിസ്റ്റർ രാഹുൽ ഇപ്പോ എൻ്റെ അടുത്തുള്ളത്. അദ്ദേഹം കുറച്ച് ചോദ്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തി ചോദിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് സംശയങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരങ്ങളും ഞാനിപ്പോ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. അപ്പോ മിസ്റ്റർ രാഹുൽ ബെന്നി നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ചോദിച്ചോളൂ. ഇപ്പോ നമ്മള് റെന്റേ കാർ എന്ന് പറയുമ്പോ നമ്മൾക്കിപ്പോ കാണുന്നത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റെന്റേ കാർസ് ഉണ്ട്, അല്ലാണ്ട് പ്രൈവറ്റ് ഉണ്ട്. ഗവൺമെന്റ് അപ്രൂവ്ഡ് കാർ നമുക്ക് നമ്പർ പ്ലേറ്റ് ബ്ലാക്ക് ആൻഡ് യെല്ലോയിലാണ് നമ്പർ പ്ലേറ്റ് കാണേണ്ടത്, പിന്നെ പ്രൈവറ്റ് ആയിട്ട്. പക്ഷെ ഇത് തമ്മിൽ എന്താണ് നമുക്ക് ശരിക്കും എന്താണ് വ്യത്യാസം വരുന്നത്? ഇതില് പലർക്കും ഉള്ള സംശയമുള്ള കാര്യമാണ്. അതായത് ഈ റെന്റേ കാർ എന്ന് പറഞ്ഞ ഒരു കാര്യം, നമ്മളിപ്പോ സാധാരണ ഒരു ഇപ്പൊ നമ്മളുടെ വണ്ടി ഇപ്പോ സാധാരണ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തൊരു വണ്ടിയാണ്. വൈറ്റില് ബ്ലാക്ക് ലെറ്റേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് വരുന്ന ഒരു വണ്ടിയാണ്. അതാണ് നമ്മളുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും കോമൺ ആയിട്ട് നമ്മൾ റെന്റേ കാറായിട്ട് കൊടുക്കുന്നത് കണ്ടുവരുന്നത്. പക്ഷെ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇതിപ്പോ നമുക്ക് കൊടുക്കാം എന്നുണ്ടെങ്കിൽ കൂടെ, റെന്റായിട്ട് കൊടുക്കാന്നുണ്ടെങ്കിലും ഇതിന് കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഇല്ലീഗലിയാണ് ഈ ചെയ്യുന്നത്. നമ്മൾ റെന്റിന് ഒരു വണ്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മളിപ്പോ ടാക്സി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ റെന്റേ കാർ എന്നുള്ള രീതിയിൽ, അതായത് റെന്റേ ക്യാബ് എന്നുള്ള രീതിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് മാത്രമേ നമുക്ക് ലീഗലി കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ സാധാരണ ഒരു നമ്പർ പ്ലേറ്റ് ഉള്ള ഒരു വണ്ടി കൊണ്ടുപോയിട്ട് നമുക്ക് റെന്റിന് വണ്ടി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം വരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരിക്കുന്ന രീതി എന്ന് പറഞ്ഞത് ഏത് വണ്ടിയും റെന്റിന് കൊടുക്കുന്നുണ്ട്. ഈവൻ ടാക്സി വണ്ടികൾ വരെ റെന്റിന് കൊടുക്കുന്ന ആളുകളുണ്ട്. സെൽഫ് ഡ്രൈവൺ ആയിട്ടുള്ള റെന്റായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസമുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ വെള്ള ബോർഡിൽ ബ്ലാക്ക് ലെറ്റേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് യൂസിനാണ്. അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ പേരിൽ അല്ലെങ്കിൽ രാഹുലിന്റെ പേരിലാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ രാഹുലിന് മാത്രമേ ശരിക്കും അത് ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് പോസിബിൾ ആയിട്ടെന്നുള്ള കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്തും പോസിബിൾ അല്ല. കാരണം രാഹുലിന്റെ ഒരു വണ്ടി എനിക്ക് അത്യാവശ്യം വന്ന് ഞാൻ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഇതാണ് ബേസിക്കലി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പൊ അത് ക്ലിയർ ആയി. പക്ഷെ എന്നാലും ഈ പ്രൈവറ്റ് ആൾക്കാർ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു എഗ്രിമെന്റ് പേപ്പർ വെച്ച് കൊടുക്കുന്ന പോലെ അത് ശരിക്കും കാര്യമുണ്ടോ അതിനെക്കൊണ്ട്? അഗ്രിമെന്റ് പേപ്പർ വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇത് നമ്മളിപ്പോ എന്ത് അഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാലും ഇത് ഇല്ലീഗലാണ്. മനസ്സിലായോ?
ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് നമ്മളുടെ എനിക്കറിയാവുന്ന ഒത്തിരി ആളുകൾ ഇതുപോലെ റെന്റിന് വണ്ടികൾ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇവിടെ വിഷയം വരുന്നതെന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതിന്റെ ഓണർ അല്ല വണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഇത് റെന്റിന് കൊടുക്കാവുന്ന വണ്ടിയല്ല, മനസ്സിലായോ? മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഒരിക്കലും ഇൻഷുറൻസ് ക്ലെയിമോ ഒന്നും തന്നെ കിട്ടില്ല. പക്ഷെ ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടതിന് നമ്മൾക്കെതിരെ കേസ് എടുക്കാനും പോലീസിന് സാധിക്കും. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ പ്രൈവറ്റും പിന്നെ ലീഗലായിട്ട് കൊടുക്കണം, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട്. അതെ. അപ്പൊ നമുക്ക് ഇപ്പൊ പ്രൈവറ്റ് മാറ്റിയിട്ട് ലീഗലായിട്ട് തന്നെ ഒരു കാർ എന്നല്ല കാർ കാറായിട്ട് കൊടുക്കാന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് എന്താണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ? അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് ആ വ്യക്തിക്ക് റെന്റ് കാർ, അതായത് സെൽഫ് ഡ്രിവൺ കാറായിട്ട് റെന്റ് കാർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 50 കാറെങ്കിലും മിനിമം വേണം. ഈ 50 കാറെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൂം കാർ, അതുപോലെ പല രീതിയിലുള്ള ഇപ്പൊ എറണാകുളം നമ്മൾ കൊച്ചി നോക്കുകയാണെങ്കിൽ ഇൻഡസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, EVM വീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ അത് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് കാർസ് ആണ് വരുന്നത്. ഇപ്പൊ 50 100 കാർസ്, ഇതൊന്നും സാധാരണക്കാരനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല 50 കാർ വാങ്ങിച്ചിട്ട് റെന്റിന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ ഇതിന് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. സെൽഫ് ഡ്രൈവിംഗ് കാർ, മറ്റേ നമുക്ക് ടാക്സി ആയിട്ട് വേണമെങ്കിൽ ഒരു ഡ്രൈവറെ വെച്ചിട്ടോ കാര്യങ്ങൾ ഓടിക്കാം, അതിനൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാഹുൽ എൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു റെന്റ് കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, അത് തന്നെയല്ലേ ചോദിച്ചത്? ഓക്കെ. അപ്പൊ അതിന്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാല് ഇത് റെന്റ് കാർ എടുത്തു കഴിഞ്ഞാല് നമ്മളിപ്പോ സാധാരണ ഒരു നമ്പർ പ്ലേറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാല് ഈ വണ്ടി ഒരു ആക്സിഡന്റ് ആയെന്ന് വിചാരിക്കാം. രാഹുൽ ഒരു റെന്റ് കാർ ബിസിനസ് നടത്തുന്നു, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. 1500 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് രാഹുലിന്റെ ഇന്നോവ ഞാൻ കൊണ്ടുപോകുന്നു. ഈ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ക്ലെയിം റിജക്ട് ചെയ്യാം. കാരണം ഇതിന്റെ ഓണറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ഇതിൽ ഓടിച്ചിരിക്കുന്നത്. എന്നാലും ഒരുമാതിരിപ്പെട്ട ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്ലെയിം കൊടുക്കുന്നുണ്ട് എന്നുള്ള ശരിയാണ്. പക്ഷെ മിക്കതും ഇവർക്ക് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. അവരൊരു കേസായിട്ട് മുന്നോട്ട് പോയാലോ. അപ്പൊ ഇപ്പൊ ഈ കുട്ടികള് മരിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ റെന്റ് കാർ തന്നെയാണ് കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് പായസം കുടിക്കാൻ പോയപ്പോ കണ്ടു, അവിടെ വെച്ചിട്ടുള്ള പരിചയം കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ 1000 രൂപ അദ്ദേഹത്തിന് ഗൂഗിൾ പേയിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം എവിഡൻസ് ആണ്. നമുക്കിപ്പോ ഒരിക്കലും റൂൾ ഔട്ട് ചെയ്ത് പറയാൻ പറ്റില്ല അദ്ദേഹം അങ്ങനെ കൊടുത്തതാണോ ഇല്ല എന്നൊന്നും. പക്ഷെ എന്നിരുന്നാലും കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവും റെന്റ് കാർ തന്നെയായിരുന്നു എന്നുള്ളത്. പക്ഷെ നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്ലെയിം റിജക്ഷൻ വരാം. ഇപ്പോ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ. അതിൽ 7-11 പേരുള്ള അതിനകത്ത് കയറിയിട്ട് പോയത് അത് ഇല്ലീഗലാണ്. ഒരിക്കലും അതിന് ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് അതിനെക്കാട്ടും വലിയ റിസ്ക് എന്ന് പറഞ്ഞാല് ഞാൻ ഇതിനു മുന്നേ എനിക്കറിയാവുന്ന 2-3 റെന്റ് കാർ ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞു. അവരുടെ വണ്ടി ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് റെന്റ് കാറാണ്. മനസ്സിലായോ? ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ മയക്കുമരുന്ന് കടത്ത്, സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം. കാരണം ഇവർക്കൊന്നും റിസ്ക് ഇല്ല. ഈവൻ ഇതില് സ്വർണ്ണക്കടത്തിനോ മയക്കുമരുന്ന് കടത്തിനോ പിടിച്ചാൽ പോലും ഇതിന്റെ ഓണറേ തൂങ്ങത്തുള്ളൂ. ഇവിടെ നമ്മൾ റെന്റ് കാർ ആണെന്നോ നമ്മളൊരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ഇല്ലീഗലാണ്. ബാക്കി എല്ലാ പ്രശ്നങ്ങളിലും നമ്മളുടെ ഓണറിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ കൂടെ റെന്റ് കാറിന് കൊടുത്തത് ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വിലക്ക് ആ പ്രശ്നം വരുള്ളൂ. മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇതേ വണ്ടികൾ കൊണ്ടുപോയിട്ട് എന്റെ ഒരു സുഹൃത്തിന്റെ റെന്റ് കാർ ഇതുപോലെ തന്നെ ഒരു പുതിയ സ്കോർപിയോ ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ റെന്റിന് കൊണ്ടുപോയിട്ട് വണ്ടി കാണുന്നില്ല. പരിചയമില്ലാത്ത ആളുകൾക്കാണല്ലോ കൊടുക്കുന്നത്. വണ്ടി കാണുന്നില്ല. വണ്ടി അവസാനം ഇവര് തപ്പി ചെന്നപ്പോ കോയമ്പത്തൂര് പൊളിക്കുന്ന മാർക്കറ്റിൽ കിടക്കുക വണ്ടി പൊളിക്കാനായിട്ട്. വണ്ടി പൊളിച്ച് തുടങ്ങി. എന്താ വെച്ചാല് ഈ സാധനം കൊണ്ട് നേരെ അവിടെ തട്ടുക. ഈ പറഞ്ഞ കയ്യും കണക്കും ഇല്ലാത്ത രീതിയിലുള്ള സ്ക്രാപ്പ് മാർക്കറ്റാ കോയമ്പത്തൂരൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് ഈ സാധനം പൊളിച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറയാനാ? വിത്തിൻ ഒരു 4 hours ഒരു വണ്ടി ഡിസ്മാന്റിൽ ചെയ്ത് സാധനം പാർട്സ് ആയിട്ടുണ്ടാവും. കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഈവൻ എഞ്ചിന്റെ നമ്പർ ആണെങ്കിൽ പോലും അപ്പൊ തന്നെ അവരത് പല രീതിയിലും അയച്ചു കളയും. അതിന് പുതിയ നമ്പർ അടിച്ച് പുതിയ എഞ്ചിനൊക്കെ ആവും അപ്പോഴത്തേക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ റിസ്ക് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്.
ഇതാണ് മെയിൻ ആയിട്ട് റെന്റ് കാറിന്റെ ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. ഒത്തിരി ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ അതിലുണ്ട്. ഇപ്പൊ വണ്ടി കൊണ്ട് പൊളിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ പൊളിക്കാൻ കൊണ്ടുപോയി നമ്മൾ കംപ്ലൈന്റ് ചെയ്താലും ആ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇത് ഇല്ലീഗലിയാണ് ചെയ്തിരിക്കുന്നത്. അതെ, പ്രൈവറ്റ് വെഹിക്കിൾ ആണ്, റെന്റിന് കൊടുത്തേക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കത് നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോ ഇത് ഇപ്പോ പ്രൈവറ്റ് വെഹിക്കിൾസ് റെന്റിന് കൊടുക്കുന്ന ഇല്ലീഗലാണ് പറഞ്ഞു. അതെ. അപ്പൊ ഇൻ കേസ് റെന്റിന് കൊടുത്തു, കസ്റ്റമർ കൊണ്ടുപോയി, ഇപ്പൊ പോലീസ് കൈ കാണിച്ചു, ഇത് പ്രൈവറ്റ് വെഹിക്കിൾ റെന്റിന് എടുത്താന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഫൈനും കാര്യങ്ങളും വരാം? നമുക്ക് പ്രൈമറി ഫൈൻ എന്നുള്ള രീതിയിൽ നിലവിൽ വരുന്നത് 3000 രൂപയോളമാണ് ഫൈൻ വരുന്നത്. പിന്നെ ഇതുമായിട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കേസുകൾ വേണമെങ്കിൽ അവർക്ക് ചാർജ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇതുപോലെ വേണമെങ്കിൽ അവർക്ക് തെഫ്റ്റ് ആയിട്ട് കൂട്ടാം, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ റെന്റ് കാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതിന് പ്രോപ്പർ എവിഡൻസ് വേണം. എന്നിരുന്നാൽ കൂടെ ആ രീതിയിൽ വേണമെങ്കിൽ അവർക്ക് ഫൈൻ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള നമ്മളെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടോ മയക്കുമരുന്ന് കടത്തായിട്ട് ബന്ധപ്പെട്ടോ പണം, കുഴൽപ്പണം ഇതൊക്കെ ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ലൈഫ് ടൈം സ്റ്റേഷനിൽ കിടന്ന് പോകും എന്നുള്ളതാണ്. കാരണം ഇത് വണ്ടി കൊണ്ടുപോകുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് ബന്ധമില്ലാത്തതാണ്. അവൻ ചിലപ്പോൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ വണ്ടി ആയിക്കും അവർ പിടിച്ചിട്ട് വിടാം. ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇതൊന്നും അറിയാതെ ഒരിക്കലും നമുക്ക് വണ്ടി തിരിച്ചു കിട്ടത്തില്ല. അതോടുകൂടെ വണ്ടി പോകും. അതായത് നമ്മള് ചെറിയൊരു പൈസക്ക്, ചെറുതെന്നല്ല വലിയ പൈസ ആയിരിക്കും, ഒരു 10-20 ദിവസമൊക്കെ വണ്ടി കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-15 രൂപയ്ക്ക് കിട്ടും നമുക്ക്. പക്ഷെ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു കാര്യം തന്നെ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും റെന്റ് കാർ ബിസിനസ് തുടങ്ങുന്നതാണെങ്കിൽ തന്നെ നിങ്ങൾ അത് ലീഗലി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 60-50 കാറൊന്നും മേടിക്കാൻ പോസിബിൾ അല്ല. അപ്പൊ താൽക്കാലിക ലാഭത്തിന് വേണ്ടി വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയിട്ട് തലവെക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മാക്സിമം കുറച്ച് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള റെന്റ് കാർസ് സെയിം പ്രൈസിംഗ് തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അതെ. അതാണെങ്കിൽ അവർക്കും അതിൻ്റെതായിട്ട് പരിരക്ഷയും കാര്യങ്ങളും ലഭിക്കും. അങ്ങനെയുള്ളത് ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള റെന്റ് കാർഡ്സ്, ഇപ്പൊ അതിപ്പോ ആക്സിഡന്റ് ആയി ഇൻഷുറൻസിൽ വണ്ടി ഓടിച്ചാക്കും വിത്ത് ബാക്കിലുള്ള ഡ്രൈവേഴ്സും എല്ലാം കിട്ടും, ഇൻഷുറൻസ് കവറേജ് കിട്ടും. അതെ. അത് ശരിക്കും അങ്ങനെ കിട്ടുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം അത് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കാർ കമ്പനിയാണ്, റെന്റ് കാർ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടും. ഇതിനെല്ലാം പ്രീമിയം കൂടുതലാണ്. ഇപ്പൊ നമ്മളൊരു ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് അതിന് ഓൾമോസ്റ്റ് നമ്മൾ പ്രൈവറ്റിനെക്കാളും ഡബിൾ ആയിരിക്കും പ്രീമിയം വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൽ വന്ന് പാസഞ്ചേഴ്സിന് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് റെന്റ് കാറിന്റെ ഇൻഷുറൻസും കാര്യങ്ങളും വരുന്നത്. പക്ഷെ അതൊരു ബൾക്കായിട്ടായിരിക്കും ചെയ്യുന്നത്. അതിനുള്ള വലിയ രീതിയിലുള്ള ഒരു അറിവ് എനിക്കുമില്ല. പക്ഷെ അറിയാൻ പറ്റിയത് ഇത് തന്നെയാണ്. അതായത് നമുക്ക് സേഫ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ സൂം കാർ പോലുള്ള ഒരു ആപ്പോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി സേഫ് ആയിരിക്കും. കമ്പനിക്ക് എതിരെ വേണമെങ്കിൽ നമുക്കും കേസ് കൊടുക്കാം. വണ്ടിയുടെ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടാണ് നമുക്കിപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നതോ വണ്ടി പ്രോപ്പറായിട്ട് മാനേജ് ചിലപ്പോൾ ടയർ ഒക്കെ മോശമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കൊണ്ടാണ് വണ്ടിയുടെ ഫോൾട്ട് ആണെങ്കിൽ നമുക്കും വേണമെങ്കിൽ കേസ് കൊടുക്കാം. അതിനുള്ള കോമ്പൻസേഷൻ നമുക്ക് കിട്ടും. പക്ഷെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാല് ഈ വണ്ടി എടുക്കുന്ന ആൾക്കും പ്രശ്നമാണ്, വണ്ടി കൊടുക്കുന്ന ആൾക്കും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യാ, സാധാരണക്കാരെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് റെന്റ് കാറായിട്ട് പ്രൈവറ്റ് കാർ യൂസ് ചെയ്ത് വഴിയെ പോകുന്ന വള്ളികളൊന്നും പിടിച്ച് കഴുത്തിൽ ഇടാതിരിക്കും. ഓക്കെ, അപ്പോ ഏകദേശ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാം. അതുപോലെ തന്നെ മിസ്റ്റർ രാഹുൽ ബേനിക്ക് ഒരു ചാനലുണ്ട്. എന്തായിരുന്നു ആ ചാനലിന്റെ പേര്? രാഹുൽ ഡിസേഴ്സ് എന്നാണ് ചാനലിന്റെ. രാഹുൽ ഡിസേഴ്സ് എന്നാണ് ചാനലിന്റെ പേര്. അതിലും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും കാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ താല്പര്യമുണ്ട്, വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതൊക്കെ ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഓട്ടോമേറ്റ് 07 ചാനൽ.